പ്രിയപ്പെട്ടവരെ, സ്വാതി ബഡായിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അവതരിപ്പിച്ച കൊമ്പിന്റെ 1-ാം ഭാഗം വളരെ ആവേശത്തോടു കൂടി സ്നേഹത്തോടു കൂടിയുമാണ് ആളുകൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ 2-ാം ഭാഗമാണ് പറഞ്ഞു തുടങ്ങുന്നത്. പെൺകുട്ടികൾ റോക്കറ്റ് വിടുന്നു, വിമാനം പറപ്പിക്കുന്നു, കൊടുമുടി കയറുന്നു, വിവര സാങ്കേതിക വിദ്യയുടെ നെറുകിൽ ചെന്ന് നിൽക്കുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണോ 2 പെൺകുട്ടികൾ കൊമ്പ് വിളിക്കുന്നത്, വലിയ കൗതുകമായി ബഡായി പറയുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമാണ്. തീർച്ചയായും പെൺകുട്ടികൾ ഒരു സുപ്രഭാതത്തിൽ വിമാനം ഓടിക്കുകയോ റോക്കറ്റ് ഓടിക്കുകയോ ചെയ്തു തുടങ്ങിയതായിരിക്കില്ല. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, അങ്ങനെ ഒരു ചെറിയ നീക്കത്തിലേക്ക് അവർ എത്തണമെങ്കിൽ തന്നെ സാമൂഹ്യമായും ആചാരപരമായൊക്കെ ഉള്ള എത്ര അരുതുകൾ അതിൻ്റെ ഇടയിൽ കൂടെ ആയിരിക്കും അവർ കടന്നു വന്നിട്ടുണ്ടാവുക. എനിക്ക് 1 വയസ്സുള്ളപ്പോൾ തൊട്ടേ എൻ്റെ അച്ഛൻ ഓരോ പൂരങ്ങൾക്ക് കൊണ്ടുപോയി നടന്നതാണ്. പാലക്കാട്, തൃശ്ശൂർ, അങ്ങനെ 2 ജില്ലകളിലെ എല്ലാ പൂരങ്ങൾക്കും എൻ്റെ അച്ഛനെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ കൗതുകം തോന്നി കൊമ്പിലോട്. അപ്പോൾ ഞാൻ അച്ഛനടുത്ത് ഇങ്ങനെ ആശാൻ ഇവിടെ മച്ചാട് രാമചന്ദ്രൻ എന്ന ആശാൻ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചു. 2023 ഭഗവതിയുടെ പ്രതിഷ്ഠാദിന ചടങ്ങിനനുബന്ധിച്ച് പനങ്ങാട്ടുകര ദേശത്തിൻ്റെ ഒരു 101 കലാകാരന്മാരുടെ മേളം ഒരുക്കുകയുണ്ടായി. ആ മേളത്തിൽ ആദ്യമായി 100 കലാകാരന്മാരും ഒരു കൊമ്പുവാദ്യക്കാരി എന്ന നിലയിൽ എൻ്റെ മകൾക്ക് കൊമ്പൂതാൻ അവസരം ഒരുക്കി തന്ന പനങ്ങാട്ടുകര ദേശത്തിനോടും കൊമ്പൂതാൻ പഠിപ്പിച്ച ആശാനും അതിലുപരി ഇതിനെ സപ്പോർട്ട് ചെയ്ത വാദ്യകലാകാരന്മാർക്കും ദേശനിവാസികൾക്കും ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. ഞാൻ അന്ന് ഇവരുടെ അരങ്ങേറ്റം വന്ന് കണ്ടു. അപ്പം എനിക്ക് തോന്നി ഇങ്ങനെ പെൺകുട്ടികൾക്കും ഇത് പറ്റും അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ പോയി അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അവർ രണ്ടാളും ഫുൾ സപ്പോർട്ടായിരുന്നു. കൊമ്പുവാദ്യത്തിൽ എന്നറിയപ്പെടുന്ന അതിപ്രശസ്തരായ മച്ചാടപ്പ നായർ, മച്ചാട് രാമചന്ദ്രൻ നായർ, മച്ചാട് മണികണ്ഠൻ തുടങ്ങിയിട്ടുള്ള കൊമ്പുവാദ്യത്തിലെ കൊമ്പന്മാരുടെ പേരും പെരുമയും കൊണ്ട് കൂടി പ്രശസ്തമായൊരു നാടാണ് മച്ചാട്. മച്ചാട് മാമാങ്കം എന്നാണ് മച്ചാടിൻ്റെ പൂരപ്പെരുമ. ആ പൂരപ്പെരുമയുടെ നാട്ടിൽ നിന്നാണ് ഈ 2 പെൺകുട്ടികൾ കൊമ്പൂലിക്ക് വരുന്നത്. അൻവിത, അനുശ്രീ. അൻവിതയുടെ അമ്മയാണ്. ഈ പറഞ്ഞ മാതിരി ഇത് പെൺകുട്ടികൾക്ക് പറ്റുന്ന ഫീൽഡാണ് എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ മാതിരി ഫസ്റ്റ് ബാച്ചിൻ്റെ അരങ്ങേറ്റത്തിനാണ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മോൾക്കും അതെ, അതൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് അമ്മ ഇതൊന്നും എനിക്കും പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു വന്നിട്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു യാദൃശ്യമായിട്ട്. അപ്പോൾ ആളും ഓക്കെയാണ്. അപ്പോൾ പറഞ്ഞു അങ്ങനെ മോളെ കൊണ്ടുവന്ന് ആശാനോട് ചേർത്തു. പ്രായമായിട്ടില്ലേ സത്യം പറഞ്ഞു, 11 വയസ്സായിട്ടേ ഉള്ളൂ. ഒരു ടെൻഷനായിരുന്നു, ചെറിയ കുട്ടിയാണ്. അപ്പം അങ്ങനെ ഊതുമ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പം അത് കാരണം അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ അവർക്കും സന്തോഷമായി, പിന്നെ അവർക്കും ഇഷ്ടമായി. അങ്ങനെ ഇപ്പോൾ ഓരോ പരിപാടിക്ക് പോകുമ്പോൾ നമ്മൾ ഈ പൂരൻ നോട്ടീസുകളിൽ കണ്ടിട്ടുള്ള ഫേമസ് ആയ ആൾക്കാരുടെ കൂടെ നിന്ന് മോള് കൊമ്പ് വായിക്കണ കാണുമ്പോൾ ഒരു വല്ലാത്ത അഭിമാനമാണത്. അത് ഇപ്പോൾ എനിക്ക് 1-2 സ്ഥലങ്ങളിൽ മോളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അതിന് ശരിക്കും കാരണക്കാരായത് മോളുടെ ആശാൻ ശ്രീ മച്ചാട് രാമചന്ദ്രനാണ്. അതുപോലെ കൂടെ വായിക്കുന്നവരായാലും ഫുൾ സപ്പോർട്ടായിട്ട് മോളുടെ കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ എനിക്ക് കുറേ പരിമിതികളുണ്ട് ദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ അഥവാ ഞാൻ പോയി എനിക്ക് അവളുടെ അടുത്ത് നിൽക്കാൻ പറ്റിയില്ലെങ്കിലും അവർ സ്വന്തം മോളെ പോലെ അവളെന്നെ കൊണ്ടു നടക്കുന്നുണ്ട്. അതിന് എല്ലാവരോടും നന്ദിയുണ്ട്. ഞാൻ സെൻറ്റ് വൈസ് 10th UP സ്കൂളിലാണ്, വടക്കാഞ്ചേരിയിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ 6ാം ക്ലാസ്സിലാണ്. ക്ഷേത്രങ്ങളിൽ വിളക്കാചാരത്തിന്റെ ഭാഗമായും രാജഭരണകാലത്ത് വിളംബരങ്ങൾ വിളിച്ചറിയിക്കുന്നതിന്റെ ഭാഗമായിട്ടുമൊക്കെയാണ് ഈ കൊമ്പ് ഉപയോഗിച്ച് വന്നിരുന്നത്. ഞങ്ങളുടെ ആശാൻ താളം പഠിപ്പിച്ചു തരും. എല്ലാത്തിനും ഓരോ താളങ്ങളുണ്ട്. താളങ്ങൾ മെയിനായിട്ട് പഠിക്കണം. അതിൽ എത്ര അക്ഷരകാലം ഉണ്ട് ഒക്കെ പഠിക്കണം. പിന്നെ അതുപോലെ ഫസ്റ്റ് നമ്മൾ പഠിക്കുക സ പ സ. അതിന് ദേ, ദത്തേ, ദേ. ദേ എന്ന് വെറുതെ ഊതാം, ദത്തേ എന്ന് ഉറപ്പിച്ച് ഊതണം. അതാണ് നമ്മുടെ കൊമ്പിൻ്റെ യഥാർത്ഥ സൗണ്ട്. ദത്തേ എന്ന് പറയുന്നതാണ് നമ്മുടെ കൊമ്പിൻ്റെ യഥാർത്ഥ സൗണ്ട്. പിന്നെ ദേ, ദേ, അതൊന്ന്
ലാസ്റ്റ് 4ാമത്തെ. അതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് പഠിക്കുക ഗണപതി കൈയാണ്. ദത്ത തകതകതീം ദത്ത കഥകഥകതീം തകതകതീം തദ തദ ത തദ ദത്ത കഥകഥകതീം. ഈ മോള് വന്നിട്ട് അങ്ങനെ ചോദിച്ചപ്പോൾ അച്ഛനോട് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അമ്മോട് ചോദിക്കാൻ പറഞ്ഞു. മോളിന് ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ ചിന്തിച്ചത് കൊമ്പൂതാൻ പോയി കഴിഞ്ഞാൽ ചുണ്ടത്ത് പാട് കണ്ടിട്ടുണ്ട്, അതുപോലെ പാട് വരുവാണോ ആവോ കുട്ടിക്ക് എന്നൊരു പേടിയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ചുണ്ടത്ത് പാടൊക്കെ വന്നു കഴിഞ്ഞ പെൺകുട്ടിയല്ലേ ഇതൊക്കെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അമ്മ അത് തന്നെ ഉണ്ടാവണതല്ലല്ലോ, ഊതിയിട്ട് കൊമ്പ് ഊതിയിട്ടുണ്ടാവണതല്ലേ, അതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് അവൾ പറഞ്ഞത്. ഇങ്ങനെ ചുണ്ടിൽ പാട് വീഴും, അപ്പം അതിങ്ങനെ ഊതി കഴിഞ്ഞാൽ പാട് വീഴും, ഇപ്പോൾ വൃത്തി ഉണ്ടാവില്ല എന്ന് നിനക്ക് നിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ താല്പര്യം എനിക്ക് പഠിക്കണം എന്നാണ്. കൊമ്പ് ഊതിയിട്ട് എൻ്റെ ചുണ്ടിൽ പാട് വീണാലും എനിക്ക് സന്തോഷം, അഭിമാനം, അത് മാത്രമേ ഉള്ളൂ. എനിക്കങ്ങനെ പാട് വീണുകൊണ്ട് ഒരു കുഴപ്പമില്ല. എൻ്റെ ചുണ്ടത്ത് പാട് വന്ന് തുടങ്ങിയിട്ടുമുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങളെന്നെ അറിയാത്ത ആൾക്കാർ മോളെന്നെ അറിയുന്നുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് അനുശ്രീയുടെ അച്ഛനും അമ്മയല്ലേ എന്ന് ചോദിച്ചിട്ട് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം. കാരണം മോളേനെ അപ്പോൾ ഞങ്ങൾ ചോദിക്കും മോളേനെ എങ്ങനെ അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളേനെ ഞങ്ങൾ പരിപാടിയിൽ കണ്ടിട്ടുണ്ട്, അങ്ങനെ മോളേനെ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. മോളുടെ പേരിൽ ഞങ്ങൾ അറിയപ്പെടുന്നപ്പോൾ കേൾക്കുമ്പോൾ ഈ പഞ്ചവാദ്യം മറ്റ് ചെണ്ടമേളം എന്നതിൻ്റെ ഇടയിലൊക്കെ ഒരു അംഗവാദ്യം എന്ന നിലയ്ക്കാണ് ഈ കൊമ്പിൻ്റെ സ്ഥാനം. ഒരു അംഗവാദ്യം എന്ന നിലയ്ക്ക് തുടരുമ്പോൾ തന്നെ ഈ കൊമ്പിനെ ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ, ഒരു ആത്മപ്രകാശനം എന്ന നിലയ്ക്ക് ഒന്ന് വളർത്തിയെടുക്കാൻ വേണ്ടി അതിലെ അതിപ്രശസ്തരായ കലാകാരന്മാർ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒന്നാണ് കൊമ്പുപറ്റ്. മാത്രമല്ല 2013 ശ്രീ 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 രവിശങ്കർ നടത്തിയിട്ടുള്ള ഒരു ആത്മീയ പരിപാടിയുടെ ഭാഗമായി ഓടക്കാലി മുരളിയുടെ പ്രമാണത്തിൽ 444 കൊമ്പ് കലാകാരന്മാർ ചേർന്ന് നടത്തിയിട്ടുള്ള അതിപ്രശസ്തമായ കൊമ്പുപറ്റ് എന്ന പരിപാടി ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നമ്മൾ പഠിക്കാൻ വരിക, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും പഠിക്കാൻ വരിക, അവർക്ക് ശബ്ദം വന്നില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും, ചിലവർക്കുണ്ടാവും. പക്ഷെ അതിൽ നമ്മൾ പിന്മാറരുത്. എനിക്ക് ഫസ്റ്റ് ഒരാഴ്ച ശബ്ദമൊന്നും വരുന്നില്ല, പിന്നീടാണ് എനിക്ക് ആയിട്ടിനൊക്കെ മനസ്സിൽ വിചാരിച്ച് കൂടിയപ്പോൾ എനിക്ക് കൃത്യം ആ സൗണ്ട് വന്നപ്പോൾ ആശാൻ വരെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. അപ്പോൾ കല്ലാനിക്കാവ് പൂരം, പിന്നെ ഇവിടെ ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരം, പിന്നെ ഇവിടെ അയ്യപ്പൻകാവ്, പിന്നെ തിരുവണിക്കാവ് ഇവിടെ തന്നെ. പിന്നെ ഞാൻ പഠിച്ചിട്ട് 6 മാസമായിട്ടുള്ളൂ. അത് ചെറുതുരുത്തി പൂരാണ് ആദ്യമായിട്ട് ഞാൻ പോയിക്കണത്. ഈ കൊല്ലം പോയി 2 കൊല്ലമായി ഞാൻ പോണു. പിന്നെ അതുപോലെ രാമൻകുളങ്ങര പൂരം, കല്യാണിക്കാവ് അമ്പലത്തിലെ പൂരം, പേരയിൽ അമ്പലം, ഊരോക്കാട് അയ്യപ്പസ്വാമിയുടെ അമ്പലത്തിൽ, അങ്ങനെ പഞ്ചവാദ്യത്തിനൊക്കെ ഞാൻ അങ്ങനെ വലിയ വലിയ അമ്പലത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. ജയറാം പ്രോത്സാഹനം തന്നിട്ടുണ്ട്. അതേപോലെ മട്ടന്നൂർ, അങ്ങനെ പലരും തന്നിട്ടുണ്ട്. അടുത്തുള്ള സ്കൂളിലാണ് PNM GSS മച്ചാട് സ്കൂളിൽ നിന്നാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര്. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 8 സിയിലാണ്. എൻ്റെ ആശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 15 പേരുണ്ട്. 15 പേരും ഭാഗ്യം ചെയ്യണം ആശാൻ്റെ അടുത്തൊരു ശിഷ്യത്തി എന്ന ഒരു പേരിൽ ആവാൻ. കാരണം പാർമേക്കാവിലെ പ്രമാണിയാണ്. അത്രയും വലിയ ആശാൻ്റെ ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു അഭിമാനമുണ്ട്. അപ്പോൾ എല്ലാവരും പറയുമ്പോൾ ഞാൻ പാർമേക്കാവിലെ പ്രമാണിയുടെ ശിഷ്യനെ അറിയോ എന്ന ഗുരുത്വപൂർണമായ ചോദ്യമാണ് ഈ പെൺകുട്ടികൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്ന ഗുരുദക്ഷിണ. ഇപ്പം ഈ കൊമ്പുപറ്റിൻ്റെ പുതുവഴിയിൽ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിൽ തന്നെ ആകെയുള്ളത് ഈ 2 പെൺകുട്ടികളാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ഊർജം ചിലപ്പോൾ ഇത് നാളെ പെരുക്കങ്ങളാവാം, 10 ആവാം, 100 ആവാം, 1000 പോലും ആവാമെന്നല്ല, ആവണം എന്നാണ് സ്വാതി ബഡായി ആഗ്രഹിക്കുന്നത്. അങ്ങനെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് യാത്ര പുറപ്പെട്ടു തുടങ്ങിയ 2 പെൺകുട്ടികളെയാണ് സ്വാതി ബഡായി യാദൃച്ഛികമായി പരിചയപ്പെട്ടത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അങ്ങനെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് യാത്ര പുറപ്പെടാൻ സാധ്യതയുള്ള നിരവധി പെൺകുട്ടികളുടെ പ്രതിനിധികളായിട്ടായിരിക്കാം സ്വാതി ബഡായി ഇവരെ പരിചയപ്പെട്ടത്. എന്തായാലും ആ കൗതുകരമായ പരിചയപ്പെടൽ അവരെ കൂടുതൽ അറിയാനും അവരുടെ കുടുംബത്തിൻ്റെ സ്നേഹവും ആ നാടിൻ്റെ പെരുമയും ഒക്കെ അറിയാനും സാധിച്ചതിൽ സ്വാതി ബഡായിക്കുള്ള സന്തോഷവും നന്ദിയും സ്നേഹവും ഇവിടെ അറിയിക്കുകയാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്തിക്കേണ്ട ഒരു ചുമതല നിങ്ങളെ കൂടി ഏൽപ്പിക്കുകയാണ്.
വേറൊരു വിഷയമായി സ്വാതി വടൈ വീണ്ടും വരും. ഇതുവരെ തന്ന എല്ലാ സഹായ സഹകരണങ്ങളും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി.